പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ സർജിക്കൽ വാർഡിലും സമീപത്തുമായി 3 ദിവസത്തിനുള്ളിൽ കണ്ടെത്തിയ കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. न्यूज नेटवर्क न्यूज। योग हमें उस चेतना से जोड़ता है जो हमें जीव मात्र की एकता का एहसास कराती है, जो हमें प्राणी मात्र से प्रेम का आधार देती है। इसलिए हमें योग के जरिए हमारे अंतर विरोधों को खत्म करना है। हमें योग के जरिए हमारे गतिरोधों और प्रतिरोधों को भी खत्म करके रहना है। हमें एक भारत श्रेष्ठ भारत की भावना को विश्व के सामने एक उदाहरण के रूप में प्रस्तुत करना है। भाइयों बहनों, योग के लिए कहा गया है योगः कर्मसु कौशलम, यानी कर्म में कुशलता ही योग है। आजादी के अमृत काल में ये मंत्र हम सभी के लिए बहुत अहम है। जब हम अपने कर्तव्यों के लिए समर्पित हो जाते हैं तो हम योग की सिद्धि तक पहुंच जाते हैं। योग के जरिए हम निष्काम कर्म को जानते हैं। हम कर्म से कर्म योग तक की यात्रा तय करते हैं। मुझे विश्वास है योग से हम अपने स्वास्थ्य को भी बेहतर बनाएंगे और इन संकल्पों को भी आत्मसात करेंगे। हमारा शारीरिक सामर्थ्य, हमारा मानसिक विस्तार, हमारी चेतना शक्ति, हमारी सामूहिक ऊर्जा विकसित भारत का आधार बनेंगे। इसी संकल्प के साथ आप सभी को योग दिवस की एक बार फिर बहुत बहुत शुभकामनाएं। धन्यवाद। योग हमारी अंतःदृष्टि को विस्तार देता है। योग हमें उस चेतना से जोड़ता है जो हमें जीव मात्र की एकता का एहसास कराती है, जो हमें प्राणी मात्र से प्रेम का आधार देती है। इसलिए हमें योग के जरिए हमारे अंतर विरोधों को खत्म करना है। हमें योग के जरिए हमारे गतिरोधों और प्रतिरोधों को भी खत्म करके रहना है। हमें एक भारत श्रेष्ठ भारत की भावना को विश्व के सामने एक उदाहरण के रूप में प्रस्तुत करना है। भाइयों बहनों, കായംകുളം MSM കോളേജിൽ MCom പ്രവേശനത്തിന് വ്യാജ ഡിഗ്രി സമർപ്പിച്ച സംഭവത്തിൽ കടുത്ത നിലപാടുമായി കേരള സർവകലാശാല. പ്രിൻസിപ്പലിനും വീഴ്ച പറ്റിയതായും 5 മണിക്ക് മുൻപ് വിശദീകരണം നൽകണമെന്നും കേരള VC മോഹൻ കുന്നുമ്മൽ ആവശ്യപ്പെട്ടു. യൂണിവേഴ്സിറ്റിയുടെ നിലവിലുള്ള നിയമം, നമ്മുടെ പ്രോസ്പെക്ടസിൽ പറയുന്ന അച്ചടിച്ചു വെച്ച വാക്ക്, അത് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് പേഴ്സണലി കൺഫേംഡ് ആണ് എന്ന് പറയേണ്ടത് പ്രിൻസിപ്പലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ സകല അഡ്മിഷനും നടക്കുന്നത്. തീർച്ചയായിട്ടും അവർ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അതിന് ഉത്തരവാദികളാണ്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ഉള്ള എല്ലാ അഡ്മിഷനുകളും അതിന്റെ രേഖകൾ ഇവിടെ അയക്കുമ്പോൾ പ്രിൻസിപ്പൽ
ഐ ഹാവ് പേഴ്സണലി വെരിഫൈഡ് ആൻഡ് കൺഫേംഡ് എന്ന് ഒപ്പിട്ട് തരണം. ചെയ്യണമെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ തരണം എന്നുള്ളൊരു വാക്ക് അതിനകത്തില്ല. അത് അണ്ടർസ്റ്റുഡ് ആണ്. പക്ഷേ ഇപ്പൊ അണ്ടർസ്റ്റുഡ് അല്ല, രേഖയാണ്. അങ്ങനെ എഴുതി തരണം. ഏതെങ്കിലും കുട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ആദ്യം അകത്തു പോകും. ഇന്ന് വൈകുന്നേരത്തിനകം അവർ വിശദീകരണം നൽകണം. നൽകിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് യൂണിവേഴ്സിറ്റിക്ക് അറിയാം. ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്താൽ അതിശക്തമായ നടപടിയെടുക്കും. ഇത് താക്കീതാണ്. ഇത് ഞാൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ താക്കീതാണ്. വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാനില്ല എന്ന മന്ത്രി ആർ ബിന്ദു. അന്വേഷണം നടക്കട്ടെ എന്നും മന്ത്രി പറഞ്ഞു. 54 സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കേസെടുത്തതിന് പിന്നാലെ SFI നേതാവായിരുന്ന നിഖിൽ തോമസ് ഒളിവിൽ പോയി. അന്വേഷണത്തിനായി പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. നിഖിലിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇന്നലെയാണ് നിഖിലിനെതിരെ SFI നടപടിയെടുത്തത്. ഒന്നും മറച്ചുവെക്കാനില്ലെന്നായിരുന്നു സിൻഡിക്കേറ്റ് അംഗം ബാബുജാന്റെ പ്രതികരണം. അതിന്റെ വിവരങ്ങൾ സർവകലാശാലയിൽ നിന്നും കൂടി മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ശേഖരിച്ച് ഞാൻ നിങ്ങളോട് പ്രതികരിക്കാം. ഞാൻ പറയാം, അതെല്ലാം ചേർത്ത് പറയാം. ഒന്നിച്ച് ഞാൻ പരിചയപ്പെടുത്താം. ഇത് ഞാൻ പറഞ്ഞില്ലയോ, ഇതിനെക്കുറിച്ചുള്ള എന്റെ പ്രതികരണം ഞാൻ നിങ്ങളോട് വസ്തുതാപരമായി പറയാം. അതിന്റെ വിവരങ്ങളൂടെ എടുത്തുകൊണ്ട് ഞാൻ പറയാം. അല്ല, വിവരങ്ങൾ എടുക്കുകയാണ്. ഞാൻ വിവരം എടുത്ത് ഞാൻ പറയാം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജനാണ് ചേരുന്നത്. ശരണ്യ, എന്തായാലും ഇന്നലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം ഈ വിഷയത്തിൽ നിയോഗിച്ചിരിക്കുന്നത്. നിഖിൽ ഒളിവിലാണ്, സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് ഫോൺ. എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ വിദ്യ ഒളിവിലായിട്ട് 2 ആഴ്ച കഴിഞ്ഞു. നിഖിൽ ഇപ്പോൾ ഇത് ആദ്യ ദിവസം ഒളിവിലായിരിക്കുന്ന സാഹചര്യമാണ്. കൂടുതൽ വിവരങ്ങൾ പോലീസിൽ നൽകുന്നുണ്ടോ? എന്താണ് സാഹചര്യം? നിഖിൽ തോമസ് തിങ്കളാഴ്ച മുതൽ നിഖിലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഒപ്പം തന്നെ തിരുവനന്തപുരത്താണ് ലാസ്റ്റ് ടവർ ലൊക്കേഷൻ എന്നുള്ളതാണ്. ഈ സംഭവം അന്വേഷിക്കുന്നതിന് വേണ്ടി കായംകുളം സിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ അന്വേഷണ ടീമിനെ ഫോം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കലിംഗ രജിസ്ട്രാർ, അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ റായ്പൂരിലെ യൂണിവേഴ്സിറ്റിയുടെ ഓഫീസിൽ നിന്നും രജിസ്ട്രാറുടെ മൊഴി ഇവിടെ ആലപ്പുഴയിൽ നിന്ന് പോയ സംഘം രേഖപ്പെടുത്തുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MSM കോളേജിന്റെ അധികൃതരിൽ നിന്നും ശേഖരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഒപ്പം തന്നെ കോളേജ് പ്രിൻസിപ്പലിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് മറ്റ് CPM നേതാവ് ശുപാർശ ചെയ്യുന്നതടക്കമുള്ള ആരോപണങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. മറിച്ച് പിന്നെ ഈ നിഖിൽ തോമസിന്റെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് നിഖിലിനെ അതിനുശേഷമാണ് നിഖിലിനെ 1-ാം പ്രതിയാക്കി കോളേജ് മാനേജ്മെന്റിന് പരാതി സ്വീകരിച്ച ശേഷമാണ് 1-ാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വ്യാജരേഖ ചമക്കൽ അടക്കമുള്ള കേസ് ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നോൺ വെയിലബിൾ ആയിട്ടുള്ള ഒഫൻസുകളാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്നിപ്പോൾ VC പറഞ്ഞിട്ടുണ്ട്, വൈകുന്നേരത്തിനുള്ളിൽ സമയപരിധി കൊടുത്തിട്ടുണ്ട് കോളേജിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ. ഈ അന്തിമ റിപ്പോർട്ടിലേക്ക് ആകുന്നു എന്നുള്ളതാണ് കോളേജ് മാനേജ്മെന്റ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. കോളേജിൽ തന്നെ ഒരു ആഭ്യന്തര അന്വേഷണം അവർ നടത്തുന്നുണ്ടായിരുന്നു. ആ സംഭവത്തിന്റെ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ ലഭ്യമാകും. അത് ഒക്കെ വെച്ചിട്ടാണ് ഈ റിപ്പോർട്ട് ഇന്ന് VCക്ക് കൈമാറുക എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നുണ്ട്. കോളേജ് മാനേജ്മെന്റും അത്തരം ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട്. കാരണം ഈ തുല്യതാ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി പലതവണ യൂണിവേഴ്സിറ്റിയും ഈ മാർക്ക് ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ആ ബോർഡ് വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മറ്റു രീതിയിൽ പ്രശ്നമാകില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഡിപ്പാർട്ട്മെന്റിൽ ആ ഒരു വെരിഫിക്കേഷൻ പഠിപ്പിച്ച HOD അടക്കമുള്ള ആളുകൾക്ക് നിഖിലിനെ അറിയാമായിരുന്നു. ഇനി ഒരുപക്ഷെ അവർക്ക് മുൻ പ്രിൻസിപ്പലിനും HOD അടക്കമുള്ള ആളുകൾക്കെതിരെ നടപടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടേതായ ചില നിഖിലിന് വേണ്ടി നൽകിയ ചില സൗകര്യങ്ങളുടെയും രേഖകളും ഒക്കെ അവരുടെ കൈവശമുണ്ട്. കാരണം തീർച്ചയായും അതാണ് ശരണി. എന്തായാലും ഇവിടെ VC അന്ത്യശാസനം നൽകിയ സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. പ്രിൻസിപ്പലിനടക്കം കൃത്യമായി വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. 5 മണിക്ക് മുമ്പ് മറുപടി നൽകണം, അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണാമെന്നാണ് VC മുന്നറിയിപ്പ് നൽകിയത്. കൃത്യമായ താക്കീതാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്ന സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായും കോളേജിന്റെ നീക്കം ഏത് രീതിയിലാണ്? ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് മറുപടി നൽകാൻ ബാക്കിയുള്ളത്. രഞ്ജിനി, ഇന്ന് തന്നെ VC നിർദ്ദേശിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ കോളേജ് മാനേജ്മെന്റ് ഈ സംഭവത്തിൽ വിശദീകരണം നൽകും. എന്തായാലും ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്നലെ മാനേജർ ഹിലാൽ ബാബുവിന്റെ പ്രതികരണം വന്നിരുന്നു.
CPM-ന്റെ രാഷ്ട്രീയ നേതാവ് തന്നെയാണ് ഈ ശുപാർശ ചെയ്തിട്ടുള്ളത്. ആ ശുപാർശ അതുകൊണ്ട് തന്നെ അതിനകത്ത് CPM-ന്റേതായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സർവകലാശാലയുടേതായിട്ടുള്ള ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പേപ്പറുകൾ അത് അതിവേഗമാണ് നിഖിലിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സർവകലാശാലയിൽ നീങ്ങിയിട്ടുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്ന പേപ്പറുകളൊക്കെയും മാനേജ്മെന്റിന്റെ പക്കലുമുണ്ട്. അതുകൊണ്ട് മാനേജ്മെന്റും ഈ വിഷയത്തിനകത്ത് കാരണം അങ്ങനെ ഒരു തലത്തിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും സർവകലാശാലയും പ്രതികൂട്ടിലാകുന്ന രേഖകൾ അവരുടെ പക്കലുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ എല്ലാ കേസുകളിലെയും വിദ്യയുടെ ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളിലെയും പോലെ തന്നെ ഇവിടെ ആരോപണ വിധേയനായിരിക്കുന്നത് CPM നേതാവും ഒപ്പം തന്നെ SFI പോലെയുള്ള വിദ്യാർത്ഥി സംഘടനയുടെ നേതാവുമാണ്. സ്വാഭാവികമായും ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പോലും കോളേജിനെതിരെയുള്ള അത്ര നടപടികളിലേക്ക് നീങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ മുൻ പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾക്കെതിരെ എന്തെങ്കിലും നടപടിയിലേക്ക് നീങ്ങും. കാരണം ഇവിടെ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്ന പേരുകൾ CPM നേതാക്കളുടേതാണ് എന്നുള്ളത് തന്നെയാണ്. ശരണ്യ സ്നേഹിതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും VC അന്ത്യശാസ്ത്രം നൽകിയ സാഹചര്യം ഇന്ന് 5 മണിക്ക് മുമ്പ് മറുപടി നൽകണമെന്നാണ് VC പറഞ്ഞിരിക്കുന്നത്. മറുപടി നൽകാൻ തന്നെയാണ് MSM കോളേജിന്റെ നീക്കമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ നിഖിൽ ഒളിവിലാണ്. നിഖിലിന്റെ ഫോണടക്കം സ്വിച്ച് ഓഫ് ചെയ്ത സാഹചര്യമാണ്. ശരണ്യാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ SFIയെ CPM ഇടപെട്ട് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. തിരുത്തൽ നടപടികൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് എന്നും കാനം പറഞ്ഞു. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ നോക്കിയാൽ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ ചില ആരോപണങ്ങൾ അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള സംഘടനകൾ പരിശോധിച്ച് നിഖിൽ തോമസ് വിവാദത്തിൽ SFIക്കെതിരെ വിമർശനവുമായി CPI മുഖപത്രം. വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണം. നിഖിൽ പഠിച്ച കോളേജിൽ പരീക്ഷ എഴുതി പരാജയപ്പെട്ടു. അതേ കാലയളവിൽ മറ്റൊരിടത്ത് പഠിച്ച് പാസ്സായെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. MSM കോളേജിലാണ് ഈ സർട്ടിഫിക്കറ്റും ഹാജരാക്കിയത്. അത് കണ്ടെത്താനാകാതെ പോകുന്നത് ഗുരുതര വീഴ്ചയാണ്. സമഗ്രാധിപത്യത്തിന് ഏത് കുൽസിത മാർഗവും സ്വീകരിക്കാമെന്ന സ്വയം ബോധ്യം പല ക്യാമ്പസുകളിലും നിലവിലുണ്ടെന്നതും യാഥാർത്ഥ്യമാണെന്നും ജനയുഗം മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു. KSU സംസ്ഥാന കൺവീനറും വ്യാജ സർട്ടിഫിക്കറ്റ് കുരുക്കിൽ. സംസ്ഥാന കൺവീനർ അൻസിൽ ജലീലിന്റെ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള സർവകലാശാല പോലീസിൽ പരാതി നൽകി. സർട്ടിഫിക്കറ്റുമായി ബന്ധമില്ല എന്ന് അൻസിൽ ജലീൽ പ്രതികരിച്ചു. വിദ്യയോ നിഖിലോ ചെയ്തതുപോലെ താൻ ഒളിവിൽ പോയിട്ടില്ല എന്നും അൻസിൽ ന്യൂസ് 8നോട് പ്രതികരിച്ചു. ഞാൻ ഈ സർട്ടിഫിക്കറ്റായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ഞാൻ എവിടെയും ഒന്നിനും ചെയ്തിട്ടില്ല. എന്തെങ്കിലും തെളിവുകൊണ്ടേ കൊണ്ടുവരൂ. ഇന്ന് കേരളം ഭരിക്കുന്നവരാ? ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരുമാണ്. പിണറായി വിജയന്റെ എല്ലാ സംവിധാനവും 100-110 വർക്ക് ചെയ്യുന്ന ഈ കാലത്ത് ഈ സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ വിദ്യ ചെയ്ത പോലെ ഇല്ലെങ്കിൽ കായംകുളത്തെ SFI നേതാവ് ചെയ്ത പോലെ ഞാൻ ഒളിവിൽ പോയിട്ടില്ല. ഞാൻ ഈ ചാനലുകളുടെ മുന്നിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ വെച്ച്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയാം ഇത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ ഉദ്ദേശമാണ് എന്ന് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എനിക്കോ യാതൊരുവിധ ബന്ധവുമില്ല. ഞാൻ വളരെ വ്യക്തമായി എൻ്റെ ലീഡർഷിപ്പിനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ പത്രങ്ങളിലൂടെയും വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാനാണ് ആദ്യം പോലീസിൽ പരാതി കൊടുക്കുന്നത്. ഞാനാണ് ആദ്യം മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യുന്നത്. 13ഉം 14ഉം കഴിഞ്ഞ് 21-ാം തീയതി കഴിഞ്ഞിട്ടാണോ കേസ് അന്വേഷിക്കാൻ പോലീസുകാർക്ക് ഇത്ര വലിയ ഇമ്പുണ്ടായത്? അൻസിൽ ജലീലിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും ദേശാഭിമാനിക്ക് എവിടെ നിന്ന് ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചുവെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. SFIക്കെതിരെ വാർത്ത വന്നപ്പോഴാണ് KSU നേതാവിനെതിരെ ദേശാഭിമാനി വാർത്ത നൽകിയത്. സർട്ടിഫിക്കറ്റിന്റെ പോയിന്റ് ഓഫ് ഒറിജിനൽ വ്യക്തമാക്കണമെന്നും അലോഷ്യസ് ആവശ്യപ്പെട്ടു. ദേശാഭിമാനി പത്രത്തിലാണ് ആദ്യമായി അൻസിൽ ജലീലിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് പ്രത്യക്ഷപ്പെടുന്നത്. KSUവിനും പറയാനുള്ളത് അൻസിൽ ജലീലിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സർട്ടിഫിക്കറ്റ് വ്യാജമാണ്. ഇതിൽ വ്യക്തമാക്കേണ്ടത് ദേശാഭിമാനിയാണ് വ്യക്തമാക്കേണ്ടത്. വേർ ഈസ് എ പോയിന്റ് ഓഫ് ഒറിജിൻ? ഈ സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് വന്നു? എവിടെ നിന്നാണ് ദേശാഭിമാനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? അൻസിൽ ജലീൽ ജോലി ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തിൽ നിന്നാണോ? ഈ പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് കൊടുത്തതിന്റെ അടുത്ത ദിവസം തന്നെ ഈ സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ടോ എന്ന് അവിടെ പോലീസ് ചെന്ന് അന്വേഷിച്ചതായി ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. അവിടെ നിന്ന് അവിടുത്തെ മേധാവികൾ പറയുന്നു അത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് അവിടെ ഇല്ല. അപ്പോൾ ഇത് വ്യക്തമാക്കേണ്ടത് ദേശാഭിമാനിയാണ്. എവിടെ നിന്നാണ്? ഞങ്ങൾ ഇപ്പോഴും പറയുന്നു അൻസിൽ ജലീലിന്റെ പേരിൽ വന്നിരിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് വ്യാജമാണ്. സർവകലാശാലയിൽ ഇന്ന് ബിരുദ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റുകൾ കാണാതായ സംഭവത്തിൽ കേസ് കൊടുക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. ബന്ധപ്പെട്ട സെക്ഷനിൽ വിശദമായ പരിശോധന നടത്താൻ വൈസ് ചാൻസലർ പരീക്ഷാ കൺട്രോളർക്ക് നിർദ്ദേശം നൽകി. 54 ബിരുദ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റുകളാണ് കാണാതായത്. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, വിവരങ്ങൾ. ഒരു സെഷനിൽ നിന്ന് മാത്രമാണ് 54 സർട്ടിഫിക്കറ്റുകൾ കാണാതായി എന്ന വിവരം പുറത്തു വരുന്നത്. MG സർവകലാശാലയിലെ
കഴിഞ്ഞ ദിവസം ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ്, അതായത് ഒരു രജിസ്റ്റർ തപ്പുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലാണ് 2 സർട്ടിഫിക്കറ്റ് മാത്രം അവിടെ ചുരുട്ടി കൂട്ടി കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 54 സർട്ടിഫിക്കറ്റുകൾ ആകെ ആ സെഷനിൽ നിന്ന് പോയിട്ടുള്ളത്. ബിരുദാനന്തര ബിരുദത്തിന് ഉപയോഗിക്കുന്ന സർട്ടിഫിക്കറ്റുകളാണ്. ഈ ഒരു സെഷനിൽ ഏതാണ്ട് സെഷൻ ഓഫീസർക്കാണ് ചുമതല. അവിടെ 6 ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നുണ്ട്. ഈ സെഷൻ ഓഫീസർ ലീവിന് പോയാൽ മറ്റുദ്യോഗസ്ഥർക്കും സാധാരണ ചുമതല കൊടുക്കാറുണ്ട്. വളരെ ചെറിയ മുറിയാണ് ഈ സംവിധാനം. താൽക്കാലിക ജീവനക്കാർ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഗുരുതരമായൊരു സാഹചര്യമാണ്. ഈ സർട്ടിഫിക്കറ്റുകൾ സർവകലാശാലയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളും അന്വേഷണവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു സർവകലാശാല. ഇത് സർവകലാശാലയ്ക്ക് പുറത്തേക്ക് പോയാൽ അത് ഗുരുതരമായൊരു സാഹചര്യമാണ്. പോലീസ് അന്വേഷണത്തിലേക്കും മറ്റും കടക്കേണ്ടതുണ്ട്. എടുത്തു പറയേണ്ടത്, ഇത് ഇവിടെ തന്നെ ഉണ്ട് എങ്കിൽ സമാധാനം, ഇല്ലെങ്കിൽ അത് സർവകലാശാലയുടെ ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യുന്നു. കാരണം സർവകലാശാലയുടെ ഹോളോഗ്രാമുള്ള സർട്ടിഫിക്കറ്റ് ഫോർമാറ്റുകളാണ് നഷ്ടപ്പെട്ടത്. അവിടെ VC-യുടെ ഒപ്പും വിദ്യാർത്ഥിയുടെ പേരും മാർക്കും കൂടി വന്നു കഴിഞ്ഞാൽ അത്, അല്ലെങ്കിൽ പേരും മറ്റ് വിവരങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഒറിജിനൽ സർട്ടിഫിക്കറ്റായി മാറുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു തട്ടിപ്പിലേക്കാണോ കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും സർവകലാശാല VC ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടത്താൻ പരീക്ഷാ കൺട്രോളർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. സർവകലാശാലയിൽ ഇത് കണ്ടെത്തിയില്ല എങ്കിൽ തുടർന്ന് പോലീസ് അന്വേഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇത് കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമമാണ് MG സർവകലാശാലയിൽ തുടരുന്നത്. ജി ശ്രീജിത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. വ്യാജരേഖ കേസിൽ നീലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി SFI നേതാവ് കെ വിദ്യ. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഹർജി ഈ മാസം 24-ന് കോടതി പരിഗണിക്കും. 15 ദിവസമായി വിദ്യ ഒളിവിലാണ്. കരിന്തളം ഗവൺമെന്റ് കോളേജിൽ വ്യാജരേഖയുണ്ടാക്കി ജോലി നേടിയ കേസിലാണ് കെ വിദ്യ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കാസർഗോഡ് സെഷൻസ് കോടതിയെ സമീപിച്ചത്. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി കെട്ടിച്ചമച്ച കേസെന്നാണ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിദ്യയുടെ വാദം. അവിവാഹിതയാണ്, ആ പരിഗണന നൽകണമെന്നും വിദ്യ ജാമ്യ ഹർജിയിൽ പറയുന്നു. ജാമ്യം നിഷേധിക്കുന്ന തരത്തിലുള്ള കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നും ഹർജിയിലുണ്ട്. ജൂൺ 8-നാണ് നീലേശ്വരം പോലീസ് വിദ്യക്കെതിരെ കേസെടുത്തത്. ജാമ്യ ഹർജി ഈ മാസം 24-ന് കോടതി പരിഗണിക്കും. അതേസമയം അട്ടപ്പാടി കോളേജിൽ വ്യാജരേഖ ചമച്ചെന്ന കേസിൽ പ്രതിയായ കെ വിദ്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് നിലനിൽക്കില്ലെന്നും കേസ് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും വിദ്യ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. കേസ് 27-നാണ് പരിഗണിക്കുക. ജൂൺ 6-നാണ് വിദ്യക്കെതിരെ അഗളി പോലീസ് കേസെടുത്തത്. ന്യൂസ് 18 കാസർഗോഡ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. योग के लिए कहा गया है, योगः कर्मसु कौशलम, यानी कर्म में कुशलता ही योग है। आजादी के अमृत काल में ये मंत्र हम सभी के लिए बहुत अहम है। जब हम अपने कर्तव्यों के लिए समर्पित हो जाते हैं तो हम योग की सिद्धि तक पहुंच जाते हैं। योग के जरिए हम निष्काम कर्म को जानते हैं। हम कर्म से कर्म योग तक की यात्रा तय करते हैं। मुझे विश्वास है योग से हम अपने स्वास्थ्य को भी बेहतर बनाएंगे और इन संकल्पों को भी आत्मसात करेंगे। हमारा शारीरिक सामर्थ्य, हमारा मानसिक विस्तार, हमारी चेतना शक्ति, हमारी सामूहिक ऊर्जा विकसित भारत का आधार बनेंगे। इसी संकल्प के साथ आप सभी को योग दिवस की एक बार फिर बहुत बहुत शुभकामनाएं। धन्यवाद। योग हमारी अंतःदृष्टि को विस्तार देता है। योग हमें उस चेतना से जोड़ता है जो हमें जीव मात्र की एकता का एहसास कराती है, जो हमें प्राणी मात्र से
प्रेम का आधार देती हैं। इसलिए हमें योग के जरिए हमारे अंतर विरोधों को खत्म करना है। हमें योग के जरिए हमारे गतिरोधों और प्रतिरोधों को भी खत्म करके रहना है। हमें एक भारत श्रेष्ठ भारत की भावना को विश्व के सामने एक उदाहरण के रूप में प्रस्तुत करना है। भाइयों बहनों, योग के लिए कहा गया है योगः कर्मसु कौशलम, यानी कर्म में कुशलता ही योग है। आजादी के अमृत काल में ये मंत्र हम सभी के लिए बहुत अहम है। जब हम अपने कर्तव्यों के लिए समर्पित हो जाते हैं तो हम योग മോദി അമേരിക്കയിൽ. നാല് ദിവസത്തെ സ്റ്റേറ്റ് വിസിറ്റിനായി അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ന്യൂയോർക്ക് വിമാനത്താവളത്തിലെത്തിയ മോദിക്ക് ഇന്ത്യൻ സമൂഹം സ്വീകരണമൊരുക്കി. ഇന്ന് UN ആസ്ഥാനത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് പ്രധാനമന്ത്രി നേതൃത്വം നൽകും. നാളെയാണ് മോദിക്ക് വൈറ്റ് ഹൌസിൽ ഔദ്യോഗിക സ്വീകരണം. വിവരങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, ഊഷ്മളമായ സ്വീകരണമാണ് മോദിക്ക് അമേരിക്കയിൽ ലഭിച്ചത്. ഇന്നിപ്പോൾ UN ആസ്ഥാനത്ത് നടക്കുന്ന യോഗാ ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നു. ഒപ്പം നാളെയാണ് വൈറ്റ് ഹൌസിൽ സ്വീകരണം അടക്കമുള്ളത്. പരിപാടികളൊക്കെ എങ്ങനെയാണ് 4 ദിവസത്തെ? രഞ്ജിനി, നിർണായക നയതന്ത്ര നീക്കത്തിലാണ്, നയതന്ത്ര ബന്ധത്തിന്റെ തുടക്കത്തിലാണ് ഇന്ത്യയും അമേരിക്കയും. സാധാരണ 2 രാഷ്ട്രത്തലവന്മാരുടെ കൂടിച്ചേരൽ അല്ലെങ്കിൽ കൂടിക്കാഴ്ച എന്നതിനും അപ്പുറത്തേക്ക് നിരവധി രാഷ്ട്രീയ പ്രസക്തിയുള്ള നീക്കമായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നതാണ് സാഹചര്യം. നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് പല ലക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെ ആദ്യ ദിവസം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ സ്വീകരണം ഇന്ത്യൻ സമൂഹവും അവിടുത്തെ പ്രവിശ്യ തലവന്മാരുമൊക്കെ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് വലിയ സ്വീകരണം നൽകുന്നുമുണ്ട്. ഇന്ന് വൈകിട്ട് യോഗാ ദിനത്തോടനുബന്ധിച്ച UN ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. അതിനു മുമ്പായി നിർണായകമായ ചില കൂടിക്കാഴ്ചകൾ ഇപ്പോൾ നടന്നു വരികയാണ്. വിവിധ വ്യവസായ പ്രമുഖരുമായുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇലോൺ മസ്ക് അടക്കമുള്ളവരുമായുള്ള കൂടിക്കാഴ്ച പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ടതുമാണ്. കാരണം നിർണായകമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് വലിയ മാറ്റങ്ങൾക്ക് ഇടവെച്ചേക്കുമോ എന്ന പ്രതീക്ഷ നൽകുന്ന ഇലോൺ മസ്കിൻ്റെ വ്യവസായ സംരംഭങ്ങൾ അത് ഇന്ത്യയിലും ആരംഭിക്കാനുള്ള ചില താല്പര്യങ്ങളുണ്ട്. നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതുമാണ്. അതിൻ്റെ തുടർച്ച ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിന് ചില പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ഇങ്ങനെ വ്യവസായ രംഗത്തെ പ്രമുഖരുമായും ഒപ്പം തന്നെ അക്കാഡമിഷ്യന്മാരുമായുള്ള കൂടിക്കാഴ്ചകളൊക്കെ നരേന്ദ്രമോദി നടത്തുന്നു. നാളെയാണ് നിർണായകമായ മറ്റൊരു കൂടിക്കാഴ്ച, അതായത് സ്റ്റേറ്റ് വിസിറ്റിനാണ് എത്തിയേക്കുന്നത്. അമേരിക്കയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജോ ബൈഡനുമായുള്ള കൂടിക്കാഴ്ച നാളെ നടക്കുന്നു. പ്രത്യേകമായി അദ്ദേഹം അമേരിക്കൻ കോൺഗ്രസിനെയും അഭിസംബോധന ചെയ്യുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഒപ്പം തന്നെ നിരവധി പ്രധാനപ്പെട്ട കരാറുകളുടെ പ്രഖ്യാപനമുണ്ടാകും. അത് പ്രൊഡക്ടർ ഡ്രോൺ അടക്കമുള്ള നിർണായകമല്ല ചില ആയുധ കൈമാറ്റ കരാറുകളുടെ പ്രഖ്യാപനമടക്കം നാളത്തെ ദിവസം ഉണ്ടാകും എന്ന പ്രത്യേകതയുമുണ്ട്. ഇത്തരത്തിൽ നിർണായകമാണ് ഈ കൂടിക്കാഴ്ചകൾ. അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യയുമായുള്ള ഈ പുതിയ ബന്ധം മറ്റു ചില നയതന്ത്ര നീക്കങ്ങളുടെയും ഒരു തുടക്കമാണ്. കാരണം ഏഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യത്തെ ഒപ്പം ചേർക്കുക എന്നത് അമേരിക്കയുടെ ഒരു നയതന്ത്ര ലക്ഷ്യമാണ്. പുതിയ ലോക സാഹചര്യങ്ങൾ അതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് അമേരിക്ക തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നയതന്ത്ര നീക്കത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അമേരിക്കൻ മാധ്യമങ്ങളും ഈ കൂടിക്കാഴ്ചകളെ, ഈ നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ ഏറ്റെടുത്തിരിക്കുന്നതും. ഒപ്പം തന്നെ ഇതിപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കയിലെ വിവിധ പ്രവിശ്യ ഗവർണർമാരുടെയും വിവിധ സെനറ്റർമാരുടെയും പ്രതികരണമൊക്കെ പുറത്തു വരുന്നുണ്ട്. എല്ലാവരെയും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. വളരെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെ അവരും നോക്കിക്കാണുന്നത്. ശരി, സൈറ്റ് സൂചിപ്പിച്ച പോലെ അത്രത്തോളം നയതന്ത്ര പ്രാധാന്യമുള്ള സന്ദർശനമാണ് മോദിയുടെ 4 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സന്തോഷം പങ്കുവച്ച ടെസ്ല CEO ഇലോൺ മസ്ക് അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കുമെന്നും ഇലോൺ മസ്ക് പ്രതികരിച്ചു. I'm confident that Tesla will be in India and will do so as soon as humanly possible. I'd like to thank the Prime Minister for his support, and hopefully we'll be able to announce something in the not too distant future. Are you looking to invest in India, Elon? Yes.
How soon can we have Tesla in India? Well, we don't want to jump the gun. We don't want to jump the gun on an announcement, but I think it's quite likely that there will be a significant investment and relationship with India in the future. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. മോൻസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട KPCC പ്രസിഡന്റ് കെ സുധാകരന് ഇടക്കാല ജാമ്യം. ഹൈക്കോടതിയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ഡാനി പോൾ ചേരുന്നു. ഡാനി, വിശദാംശങ്ങൾ. സുധാകരന് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഈ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചാണ് ഇപ്പോൾ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. രണ്ടാഴ്ചത്തേക്കാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതായത് 23-ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാകേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഉള്ള ഈ ഒരു കാലയളവ് ഉൾപ്പെടെയുള്ള കാലത്തേക്ക് 2 ആഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു. പ്രധാനമായും തന്നെ ഇന്ന് കോടതിയിൽ വാദം ഇത് സംബന്ധിച്ച് തുടങ്ങുമ്പോൾ ഹർജിക്കാരൻ ഈ കേസിൽ എന്താണ് പങ്കെന്ന് കോടതി ആമുഖമായി തന്നെ ചോദിച്ചിരുന്നു. അതിൽ സർക്കാർ ബോധിപ്പിച്ചത് പരാതിയിൽ അടക്കം പരാമർശങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരാതിയിൽ അടക്കമുള്ള രേഖകൾ, പ്രത്യേകിച്ച് സുധാകരനെതിരെ രഹസ്യമൊഴിയുണ്ട് എന്ന് പറയുക, രഹസ്യമൊഴി അടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണം കെ സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു. എന്നാൽ പ്രതി ചേർക്കപ്പെട്ടത് രാഷ്ട്രീയപരമായല്ല, അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ അഭിഭാഷകനടക്കം ക്രൈംബ്രാഞ്ചിന് വേണ്ടി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ 2 വാദങ്ങളും കേട്ട ശേഷമാണ് അന്വേഷണവുമായി സഹകരിക്കും. അതോടൊപ്പം തന്നെ 23-ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകുമെന്നെല്ലാം സുധാകരന്റെ ഭാഗത്തുനിന്ന് അറിയിക്കുകയുണ്ടായി. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് കോടതി 2 ആഴ്ചത്തേക്ക് ഈ കേസിൽ KPCC പ്രസിഡന്റ് കെ സുധാകരന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. എന്തായാലും ഡാനി, 23-നാണല്ലോ ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ കെ സുധാകരൻ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകേണ്ടത്. ഇതിനു മുമ്പൊക്കെ കഴിഞ്ഞ ദിവസം MP ഗോവിന്ദൻ മാഷ് അടക്കം രൂക്ഷ വിമർശനമാണ് കെ സുധാകരനെതിരെ ഉന്നയിച്ചത്. അന്നടക്കം അദ്ദേഹം പറഞ്ഞു വെച്ചത് കൃത്യമായ രാഷ്ട്രീയ നീക്കത്തോടെയുള്ള നീക്കമാണ് CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ്. ഗോവിന്ദൻ മാഷിന്റെ ആ ഒരു പരാമർശത്തോടെ കോൺഗ്രസ് അത് വീണ്ടും ശക്തമാക്കുകയും ചെയ്തു. കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ വിഷയത്തിൽ നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്ന സാഹചര്യം ഒരു ആശ്വാസമായി കാണാമല്ലേ? അത് തന്നെയാണ്. കാരണം ഇത് സാധാരണ ഈ കേസിന് സാധാരണഗതിയിലുള്ള ഒരു നീക്കങ്ങളല്ല ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇതിന്റെ FIR സമർപ്പിച്ചപ്പോൾ അതിൽ തന്റെ പേരുണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കെ സുധാകരൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതിലൊരു ഘട്ടത്തിൽ പോലും തന്റെ പേര് വന്നിരുന്നില്ല. പിന്നീടാണ് ഈ കേസിന്റെ ഒരു ഫ്രെയിം വർക്കുകൾ ഉണ്ടാകുന്നതും തന്നെ പ്രതിയാക്കുന്നതും എന്നായിരുന്നു കെ സുധാകരൻ പ്രധാനമായും തന്നെ ഇതിൽ ആരോപിച്ചിരുന്നത്. അത്തരം ആരോപണങ്ങളെല്ലാം വളരെ ശക്തമാകുന്ന സാഹചര്യത്തിൽ തന്നെയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പരാമർശവുമായി എത്തിയത്. അത് പോക്സോ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഒരു കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായ ഒരു അജണ്ടയോടുകൂടിയാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷം എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ഈ കേസിന്റെ മുൻകൂർ ജാമ്യ ഹർജി അടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിൽ ആ സമയത്ത് തന്നെയാണ് എത്തുകയും ചെയ്യുന്നത്. ഇത് സംബന്ധിച്ചടക്കമുള്ളൊരു വാദങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ തന്നെ നേരിട്ട് ഇതിൽ വിശദമാക്കുകയും ചെയ്തു. തങ്ങൾ ഈ പോക്സോ കേസ് സംബന്ധിയായ ഒരു കാര്യത്തിലും ഇപ്പോൾ അന്വേഷണം നടക്കുന്നില്ല, അത്തരം മൊഴിയോ പരാമർശങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. അതോടൊപ്പം ഈ മോൻസൺ മാവുങ്കൽ തന്നെ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കെ സുധാകരൻ ഈ കേസിൽ യാതൊരു പങ്കുമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ മോൻസൺ മാവുങ്കൽ അടക്കം പറഞ്ഞിരുന്നു. തനിക്ക് കെ സുധാകരനെതിരെ മൊഴി നൽകാൻ സമ്മർദ്ദമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് അഭിഭാഷകൻ വഴി പുറത്തു വരികയും ചെയ്തിരുന്നു. ഇത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ ഈ മുൻകൂർ ജാമ്യം ഇന്ന് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇതിൽ ഹൈക്കോടതി ഇത് സംബന്ധിച്ച കൃത്യമായ രീതിയിൽ വിധി പറഞ്ഞിരിക്കുന്നു. 2 ആഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം ഇത് സംബന്ധിച്ച് സുധാകരൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. മറ്റന്നാൾ 23-ന് സുധാകരൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാകുകയും വേണം. മോൻസൺ മാവുങ്കൽ പ്രതിയായ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെ സുധാകരന് ഇടക്കാല മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. 2 ആഴ്ചത്തേക്കാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന് മുന്നിൽ സുധാകരൻ ചോദ്യം ചെയ്യാനായി ഹാജരാകേണ്ടത് ഈ മാസം 23-ാം തീയതിയാണ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന്റെ ഇടക്കാല ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ഇടക്കാല ജാമ്യം നൽകുന്നതിന് ED എതിർത്തു. ജയിൽ സൂപ്രണ്ടിനോട് ശിവശങ്കറിന്റെ ആരോഗ്യ വിവരങ്ങൾ അറിയിക്കാൻ കോടതി നിർദ്ദേശം നൽകി. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ച് PV അൻവർ MLAയും കുടുംബവും സ്വന്തമാക്കിയ മിച്ചഭൂമി തിരിച്ചുപിടിക്കാൻ നിയോഗിച്ച ലാൻഡ് ബോർഡ് ചെയർമാൻമാർക്ക് 5 വർഷത്തിനിടെ 17 സ്ഥലം മാറ്റങ്ങൾ. മിച്ചഭൂമി കണ്ടുകെട്ടേണ്ട കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാൻമാരെയാണ് സ്ഥലം മാറ്റി വട്ടം കറക്കുന്നത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്.
PV അൻവർ MLAയും കുടുംബവും പരിധിയിൽ കവിഞ്ഞ ഭൂമി കൈവശം വെച്ച സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് മിച്ച ഭൂമി കണ്ടെത്തി തിരിച്ചുപിടിക്കാൻ സംസ്ഥാന ലാൻഡ് ബോർഡ് താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാന് 2017 ജൂലൈ 19 നിർദ്ദേശം നൽകി. എന്നാൽ ഉത്തരവ് നടപ്പാക്കേണ്ട ലാൻഡ് ബോർഡ് ചെയർമാൻമാരെ സർക്കാർ 17 തവണയാണ് സ്ഥലം മാറ്റിയത്. ലാൻഡ് ബോർഡ് ചെയർപേഴ്സണായിരുന്ന N. റംല 5 തവണയാണ് ഈ സ്ഥാനത്ത് പോയും വന്നുമിരുന്നത്. റംല ആദ്യ തവണ 5 ദിവസമാണ് ഈ സ്ഥാനത്തിരുന്നത്. രണ്ടാമതെത്തിയപ്പോൾ 18 ദിവസവും മൂന്നാമതെത്തിയപ്പോൾ 1.5 വർഷവും N. റംല താമരശ്ശേരി താലൂക്ക് ബോർഡ് ചെയർപേഴ്സണായിരുന്നു. മാസങ്ങൾ മാത്രമാണ് ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും ഈ സ്ഥാനത്തിരുന്നത്. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് അൻവർ സ്വന്തമാക്കിയ മിച്ച ഭൂമി 5 മാസത്തിനകം തിരിച്ചുപിടിക്കണമെന്ന് 2020 മാർച്ച് 20-നും പിന്നീട് കോടതിയലക്ഷ്യ കേസിൽ 2022 ഡിസംബർ 31-നും ഹൈക്കോടതി 2 വിധികൾ പുറപ്പെടുവിച്ചു. കോടതി വിധി അവഗണിച്ച സർക്കാർ നിയമം നടപ്പാക്കേണ്ട താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാൻമാരെ സ്ഥലം മാറ്റിക്കൊണ്ടേയിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ 226.82 ഏക്കർ ഭൂമി താനും കുടുംബവും കൈവശം വെക്കുന്നതായി PV അൻവർ വ്യക്തമാക്കിയിരുന്നു. 2017 സെപ്റ്റംബറിൽ താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാനായിരുന്ന അബ്രഹാം NK 2018 ഏപ്രിൽ 11 സ്ഥലം മാറ്റിക്കൊണ്ടായിരുന്നു തുടക്കം. 2021 ജൂൺ 21-എത്തിയ അൻവർ സാദത്തിനെ 2022 മാർച്ച് 31 സ്ഥലം മാറ്റി. പകരം വന്ന PP ശാലിനിയാണിപ്പോൾ നിലവിൽ താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർപേഴ്സൺ. ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയെന്ന് ഊറ്റം കൊള്ളുന്നവർ തന്നെയാണ് അത് അട്ടിമറിക്കുന്നവർക്ക് കുട ചൂടുന്നത്. PV അൻവർ MLA സംരക്ഷിക്കാൻ സർക്കാർ ഏതറ്റം വരെ പോകുന്നുവെന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തുവരുന്ന തെളിവുകൾ. S. വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. സംസ്ഥാനത്ത് കാലവർഷം ദുർബലമായി തുടരുന്നു. ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് ഇല്ല. സാധാരണ മിതമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എല്ലാ ജില്ലയിലും ഗ്രീൻ അലേർട്ട് മാത്രമാണ്. ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായെങ്കിലും മൺസൂൺ കാറ്റ് ശക്തമായിട്ടില്ല. ഇതാണ് മഴ കുറയാൻ കാരണം. പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി. എലിപ്പനി പ്രതിരോധ മരുന്നുകളുടെ കാര്യത്തിൽ വീഴ്ച പാടില്ല. ഡെങ്കിപ്പനി കൂടുതൽ വ്യാപിച്ച സ്ഥലങ്ങളിൽ പ്രത്യേക പരിശോധന നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതീവ ജാഗ്രത ഉണ്ടാകണം. വളരെ വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടമാണ്. പനി ബാധിച്ചാൽ സ്വയം ചികിത്സിക്കരുത് എന്നുള്ളതാണ്. കൃത്യമായി ഡോക്ടറെ അടുത്ത് പോവുകയും ഡോക്ടർ നിർദ്ദേശിക്കുന്ന പരിശോധനകൾ നടത്തുകയും മരുന്ന് കഴിക്കുകയും വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡോക്സിസൈക്ലിനാണ് നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ മുന്നിലുള്ള ഏറ്റവും മികച്ച പ്രതിരോധം. അതുകൊണ്ട് വളരെ ജാഗ്രത പുലർത്തണം. നമുക്ക് അല്ലെങ്കിൽ കേസുകളിൽ വലിയ വർധന ഉണ്ടാകും. നമ്മൾ ആരോഗ്യവകുപ്പ് ജില്ലാതലത്തിലുള്ള ആശുപത്രി ICUകൾ മറ്റു സംവിധാനങ്ങളൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജുകളിലും പിന്നെ പ്രധാനപ്പെട്ട ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ ഡെങ്കിപ്പനി ബാധിച്ച് യുവതി മരിച്ചു. പത്തനംതിട്ട മുണ്ടുകോട്ടയ്ക്കൽ സ്വദേശിനി അഖിലയാണ് മരിച്ചത്. ശശിനാരായണൻ ചേർന്നു. ശശി, ഡെങ്കിപ്പനി ബാധിച്ച ജില്ലയിൽ ഒരു മരണം കൂടി, വിശദാംശങ്ങൾ. രജനി, ഡെങ്കിപ്പനി ബാധിച്ച് പത്തനംതിട്ട മുണ്ടുകോട്ടയ്ക്കൽ സ്വദേശി അഖിലയാണ് മരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയിരുന്നു. ഇവിടെ രോഗം ഗുരുതരമായതിനെ തുടർന്ന് തിരുവല്ല സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഇന്നലെ ഓടികൂടി രോഗം വഷളാവുകയും ഇന്ന് മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ കൂടി പത്തനംതിട്ട ജില്ലയിൽ മരിച്ചിരിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച ഒരു മരണം കൂടി. ശശിനാരായണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇന്ത്യയിലെ പ്രമുഖ എഡ്ടെക് കമ്പനിയായ ഫിസിക്സ് വാല തെന്നിന്ത്യയിലെ മികച്ച ലേണിംഗ് ആപ്പ് സൈലം ലേണിംഗുമായി കൈകോർക്കുന്നു. ദക്ഷിണേന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട പഠനാനുഭവം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു കമ്പനികളും ഒരുമിക്കുന്നത്. 3 വർഷത്തിനുള്ളിൽ 500 കോടി നിക്ഷേപിക്കാനാണ് പദ്ധതി. നിലവിൽ ഫിസിക്സ് വാല ഇന്ത്യയിലുടനീളമുള്ള 60 കേന്ദ്രങ്ങളിലൂടെയും 53 യൂട്യൂബ് ചാനലുകളിലൂടെയും ഓഫ്ലൈൻ ഹൈബ്രിഡ് കോച്ചിങ്ങുകൾ നൽകി വരുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമായി മാറുകയാണ് ലക്ഷ്യമെന്ന് ഫിസിക്സ് വാല സ്ഥാപകനും സിഇഒയുമായ അലക് പാണ്ഡെ പറഞ്ഞു. സ്വർണ്ണാഭരണങ്ങളിലെ ഗുണമേന്മ